വിട്രിയോളജി, ആസിഡ് അറ്റാക്ക്. ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഒരു ആള് ആസിഡിൽ ആക്രമിക്കപ്പെടുകയാണ്, അല്ലെങ്കിൽ നിങ്ങൾ കാഷ്വാലിറ്റിയിൽ ഇരിക്കുമ്പോൾ ആസിഡ് അറ്റാക്ക് വിക്ടിമിനെ കൊണ്ടുവരികയാണ്. അപ്പൊ എന്ത് ചെയ്യണമെന്നും അത് ഫോറൻസിക് ആസ്പെക്റ്റിൽ എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണമെന്നും ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. സോ ആദ്യം തന്നെ ഫോറൻസിക് മെഡിസിന്റെ ആസ്പെക്റ്റിൽ നിന്ന് തുടങ്ങാം. ഡെഫിനിഷൻ ഇത്രേ ഉള്ളൂ: ത്രോയിങ് ഓഫ് കൊറോസീവ് സബ്സ്റ്റൻസസ് ടാർഗറ്റിംഗ് ഫേസസ് ആൻഡ് ഐസ് കോസിങ് കെമിക്കൽ ബൺസ്. അത്രേ ഉള്ളൂ ഡെഫിനിഷൻ. ഇനി കോമൺ ആസിഡ് നമ്മൾ വിചാരിക്കും HCl ആയിരിക്കും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്, എന്നാൽ അല്ല. സൾഫ്യൂരിക് ആസിഡ് ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ആസിഡ് ആണോ ആൽക്കലി ആണോ കൂടുതൽ ഡേഞ്ചർ? ആൽക്കലിയാണ് കൂടുതൽ ഡേഞ്ചർ. അതെന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. സോ ഇനി മോട്ടീവ്സ് എന്തൊക്കെയാണ്? ലവ് ഫെയിലിയർ, റിജക്ഷൻ, അങ്ങനത്തെ പോലുള്ള സൈക്കോപാത്തുകളാണ് ഇത് ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ളത്. ഇനി ഇതെന്ന് പറയുമ്പോൾ ഒരു ഗ്രീവിയസ് ഹർട്ടിന്റെ അണ്ടറിൽ വരുന്നതാണ്. സോ അതൊരു ബോണസ് സ്ലൈഡ് ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് അത് പോസ് ചെയ്തിട്ട് നോക്കാം. ഇനി ഇതിന്റെ മെഡിക്കോ ലീഗൽ ഇമ്പോർട്ടൻസിലേക്ക് പോകുന്നു. ആസിഡ് അറ്റാക്ക് വിക്ടിമിനെ ഡോക്ടർ ഫ്രീ ആയിട്ട് ട്രീറ്റ് ചെയ്യണം. അത് പറയുന്നതാണ് 397 BNS. ഇനി പണിഷ്മെന്റിനെ വെച്ച് ഡീൽ ചെയ്യുന്നതാണ് BNS ആണ് 124 BNS. ഇത് രണ്ടും ചോദ്യമായിട്ട് ചോദിക്കാം പുതിയത്. ഇനി ചോദ്യം: മോസ്റ്റ് കോമൺ ആസിഡ് ഏതാ യൂസ് ചെയ്യുന്നത്? HCl ആണോ? അല്ല, സൾഫ്യൂരിക് ആസിഡ്. ഇനി പെർമനന്റ് ഫേഷ്യൽ ഡിസ്ഫർമെന്റ് ഫോളോയിങ് ആസിഡ് അറ്റാക്ക് എന്ത് വന്നിട്ട് ഗ്രീവിയസ് ഹർട്ട്. ഇനി ഒഫ്താൽമോളജി ആസ്പെക്റ്റിലേക്ക് വരാം. നിങ്ങൾ കാഷ്വാലിറ്റിയിലാണോ എന്ത് ഡീൽ ചെയ്യും? ആദ്യം തന്നെ പത്തോഫിസിയോളജി ഒന്ന് പറഞ്ഞേക്കാം. ആസിഡ് ആണെങ്കിൽ കൊയാഗുലേറ്റീവ് നെക്രോസിസ് നടക്കും. അപ്പോൾ അവിടെ പ്രോട്ടീൻ ഡീനാച്ചർ ചെയ്തിട്ട് അതിന്റെ ഫർദർ പെനട്രേഷൻ കുറയ്ക്കും. അപ്പോൾ സൂപ്പർഫിഷ്യലി അതങ്ങ് തീരും. ആൽക്കലി ആണെങ്കിൽ നേരത്തെ പറഞ്ഞ കൂടുതൽ ഡേഞ്ചറസ്. അത് സാഫോണിഫിക്കേഷൻ നടന്നിട്ട് നല്ല പെനട്രേഷനിലേക്ക് പോകും. അവിടെയാണ് ഡേഞ്ചറസ് കൂടുതൽ. ഇനി ഒക്കുലർ മാനിഫെസ്റ്റേഷൻ എന്തൊക്കെയാണ്? ഞാൻ ഒരു ഫിഗർ തന്നെ ഇട്ട് തന്നിട്ടുണ്ട്. ഒന്നുമില്ല, സാധാ റെഡ്നസ്, ഫോട്ടോഫോബിയ, ലാക്രിമേഷൻ, പെയിന്, കോർണിയൽ എപ്പിത്തീലിയൽ ഡിഫക്റ്റ്. ഇത് കൂടിപ്പോയ ബ്ലൈൻഡ്നെസ് വരെ വരാം. എന്താണ് മാനേജ് ചെയ്യുന്നത്? ഒന്നും ചെയ്യണ്ട. പെട്ടെന്ന് വെള്ളം എടുത്ത് ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക. പരമാവധി വെള്ളം ഒഴിക്കുക. pH സ്ട്രിപ്പ് ഒന്നും വരാൻ വെയിറ്റ് ചെയ്യണ്ട. മാക്സിമം വെള്ളം ഇറിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വാട്ടർ ഓർ നോർമൽ സലൈൻ. ഓക്കെ, അപ്പൊ അവസാനം pH 7 ആവുന്നവരെ നമ്മൾ ചെയ്യുക. ഇനി അടുത്തത്, നമ്മൾ കണ്ണിന്റെ പീള വിടർത്തി നോക്കിയിട്ട് അതിന്റെ അകത്ത് വല്ല പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യണം. അപ്പൊ ഡെബ്രി എല്ലാം റിമൂവ് ചെയ്യണം. ആന്റിബയോട്ടിക്സ് ഒഴിക്കണം. പിന്നെ വേദന കുറയാൻ വേണ്ടി അട്രോപ്പിൻ, സൈക്ലോപേജിക്സ്, പിന്നെ ലൂബ്രിക്കൻസ്, പിന്നെ ടോപ്പിക്കൽ സ്റ്റിറോയിഡ്സ് പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ സ്പെഷ്യലിസ്റ്റിന്റെ ഇതിൽ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ. ഇനി അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തുവാ? വെള്ളം ഒഴിക്കുക. ഇനി അടുത്ത ഡീപ്പ് ഓക്കുലർ പെനിട്രേഷൻ ഏതാ? ആൽക്കലി. താങ്ക് യു.